മായാലോകങ്ങളെ അഗാധമായ പണ്ഡിതന്മാരെന്താക്കുന്നുണ്ട്, വളരെ കഴിവുറ്റ പണ്ഡിതന്മാർ അതിനെല്ലാം തന്നെ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇമാം ഷഅറാവി അതുകൊണ്ടാണ് നസിയ എന്ന് പറഞ്ഞെടുത്ത് രണ്ടുപേരും മറന്നു എന്ന് പറഞ്ഞതിനെ ഒരു നായകന്റെ ഉത്തരവാദിത്തത്തെ അള്ളാഹു അതിനുള്ളിൽ ചേർത്ത് വെക്കുന്നുണ്ട്. നീ ഒന്നിൽ നിന്നും, നീ ഒരു പിഴവിൽ നിന്നും നിനക്ക് മാറി നിൽക്കാൻ കഴിയുകയില്ല. നിന്റെ കൂടി ബാധ്യതയാണ് ഒരു വിഷയത്തിൽ പൂർണ്ണ കാഴ്ചയും പൂർണ്ണ ദൃഷ്ടിയും പൂർണ്ണ ബോധവുമെല്ലാം പുലർത്തലും അതിനെക്കുറിച്ച് മനസ്സിലാക്കി എപ്പോഴും ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ നടത്തേണ്ടത് നിന്റെ കൂടി ബാധ്യതയാണ് എന്ന് അള്ളാഹു അതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ. അപ്പൊ അള്ളാഹു പിന്നീട് അവിടെ പറയുമ്പോൾ അത് ഒരു തുരങ്കം സൃഷ്ടിച്ചു എന്ന് പറയുന്നു. നബിയുടെ ഭൃത്യൻ അല്ലെങ്കിൽ യൂഷ നബി അലൈഹി സ്വലാം, നമ്മൾ ആ പേര് മുഫസ്സിരീങ്ങളെല്ലാം പറഞ്ഞത് കൊണ്ട് നമ്മൾ അത് പറഞ്ഞു പോവുകയാണ്, ഇന്ന വ്യക്തിയാണ് എന്ന് നമ്മൾ പറഞ്ഞു പോവുകയാണ്. അപ്പോ അദ്ദേഹം പിന്നീട് രണ്ടു തരത്തിലാണ് അള്ളാഹു പറഞ്ഞു വെച്ച ഒന്നിനെ ഒരു ഭൃത്യനിലേക്ക് ചേർക്കുമ്പോൾ രണ്ടു തരത്തിൽ ആ വിഷയത്തെ അള്ളാഹു പറഞ്ഞു വെക്കുന്നു. അതിൽ ചില പാഠങ്ങളുണ്ട്. എന്താണത്? ഇത് അവൈന ഇല സഖ്റതി ഫഇന്നി നസീതുൽ ഹൂത. അപ്പൊ ഒരു പിഴവിനെ തന്റെ നായകനിലേക്ക് ചേർത്ത് വെക്കാതെ, തന്റെ നായകനിലേക്ക് അതിന്റെ ഉത്തരവാദിത്വം നൽകാതെ സ്വന്തം ആ പിഴവിനെ ഏറ്റെടുക്കുകയാണ് ഭൃത്യൻ ചെയ്യുന്നത്, യൂഷ നബി ചെയ്യുന്നത്. ഫഇന്നി നസീതുൽ ഹൂത. അള്ളാഹു മുമ്പ് എന്താ പറഞ്ഞത്? നസിയ എന്നാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും മറന്നു. അത് അള്ളാഹു എങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ വ്യക്തിത്വത്തെയും മഹത്വത്തെയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്നത്. അള്ളാഹിന്റെ മുമ്പിൽ ആരും ആരേക്കാളും വലിയവരോ അല്ലെങ്കിൽ ചെറിയവരോ അല്ല. അവിടെ രണ്ടുപേരുടെയും മഹത്വത്തെ അള്ളാഹു ഒരേ സമയം ചേർത്ത് പിടിക്കുന്നു. ആരിൽ നിന്നും ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടവരല്ല എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. പൊതുവെ മനുഷ്യർ നീ എന്തുകൊണ്ട് പറഞ്ഞില്ല, നീ എന്തുകൊണ്ട് എന്നെ അത് ഉണർത്തിയില്ല, അത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നില്ലേ എന്ന് പറയുന്ന നായകന്മാരിൽ നിന്നും വേറിട്ടൊരു പാടവത്തെ, ഒരു നായകത്വത്തെ, ആ പാടവത്തെ അള്ളാഹു അതിന്റെ ഉള്ളിൽ ചേർത്ത് വെക്കുന്നു. എന്നാൽ അതേ സമയം ആ വിഷയത്തെ ഒരു വ്യക്തി അവതരിപ്പിക്കുമ്പോൾ നമ്മളത് മറന്നുപോയല്ലോ എന്ന് പറയുന്നതിന് പകരം ഒരു ഗുരുവിനോടുള്ള, ഒരു നായകനോടുള്ള പൂർണ്ണ ബഹുമാനവും പൂർണ്ണ ആദരവും, ഒരു ശിഷ്യൻ എന്നുള്ള നിലക്ക്, കൂടെ പോകുന്ന ഒരു ഭൃത്യൻ എന്നുള്ള നിലക്ക് തന്റെ വിനയവും തന്റെ ആദരവുമെല്ലാം, തന്റെ ഗുരുവിനോടുള്ള ആദരവെല്ലാം പ്രകടിപ്പിക്കുന്ന വളരെ സൂക്ഷ്മമായൊരു പ്രയോഗം ആ ഭൃത്യനിൽ നിന്നുണ്ടാകുന്നു. ശിഷ്യൻ ഇങ്ങനെയായിരിക്കണമെന്ന് അതോടൊപ്പം തന്നെ അള്ളാഹു ചേർത്ത് വെക്കുകയാണ്. അത് തന്നെ നായകന്റെ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് ഓർത്തില്ല എന്ന് അങ്ങോട്ട് പറയുന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും അത് മറന്നുപോയല്ലോ എന്ന് പറയുന്നതിന് പകരം ഇന്നി നസീതുൽ ഹൂത, ഞാനത് മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ നായകനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അതാണ് നസീതുൽ ഹൂത എന്ന്. തന്നിലേക്ക് ആ ഭൃത്യൻ ആ പിഴവിനെ സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് തന്റെ ഭാഗത്തിൽ നിന്ന് സംഭവിച്ച പിഴവായി അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒരേ സമയം അള്ളാഹു പറയുമ്പോൾ നസിയ എന്ന് പറയുകയും അവർ രണ്ടുപേരും മറന്നു എന്ന് പറയുകയും ആ വിഷയത്തെ ഭൃത്യൻ അവതരിപ്പിക്കുന്ന ഒരു ഭാഗം അള്ളാഹു എടുത്തു പറയുമ്പോൾ, അള്ളാഹു ചേർത്ത് പറയുമ്പോൾ, ഖാല അറഅയ്ത ഇദ് അവൈന ഇല സഖ്റതി ഫഇന്നി നസീതുൽ ഹൂത, ഞാൻ ആ മത്സ്യത്തെ മറന്നു എന്ന് തന്നിലേക്ക് മാത്രം ചേർത്ത് പറയുകയും ചെയ്യുന്നു. അപ്പൊ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഊഷ്മളതയെ അത് എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, എങ്ങനെയാണ് ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന ഒരു വലിയൊരു പാഠവും അതിൽ അള്ളാഹു ചേർത്ത് വെക്കുന്നു. മനോഹരമാണ് ഇമാം ഷഅറാബിയുടെ വാക്കിനുള്ളിലെ ഈ ആശയ ലോകത്തെ വ്യാഖ്യാനിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ. ഫഇന്നി നസീതുൽ ഹൂത അമാ, എന്നിട്ട് അത് തന്റെ ഗുരുവിലേക്ക് ആ പൈശാചികമായ ഇടപെടലിനെ ഒരിക്കലും ചേർത്ത് പറയാതെ, അത് തന്റെ മാത്രം പ്രശ്നമായിട്ട്, തന്റെ മാത്രം ഒരു പിഴവായിക്കൊണ്ട് അദ്ദേഹം എടുത്തു പറയുന്നു.
വമാ അൻസാനീഹു ഇല്ല ശൈത്വാനു, എന്നത് മറപ്പിച്ചത് പിശാച്ചാണ്. അപ്പൊ പൈശാചികമായ ഇടപെടൽ ഒരിക്കലും തന്റെ ഗുരുവിലേക്ക് ഒരു പ്രവാചകത്വം പേറുന്ന, പ്രവാചകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഒരിക്കലും ചേർത്ത് പറയാതെ, അത് തന്നിലേക്ക് മാത്രം ചേർത്ത് പറഞ്ഞുകൊണ്ട് തന്റെ ആദരവിനെ, ആ വ്യക്തിയോടുള്ള തന്റെ ആദരവിനെ എല്ലാം തന്നെ പിന്നെ ശിഷ്യൻ പ്രകടിപ്പിക്കുകയാണ്. അന്നദ്കുറഹു വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബാ. പിന്നെ അവിടെ പിന്നെ സറബ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അതിനെ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം അത് ചിന്തയെ ഭ്രംശനം കൊള്ളിപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ ഫിൽ ബഹരി അജബ, അതൊരു മഹാ അത്ഭുതം തീർത്തു എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാരാണ് കേൾപ്പിക്കുന്നത്? ഇത് മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെയാണ് കേൾപ്പിക്കുന്നത്. ഇത് കേൾപ്പിക്കുമ്പോൾ അവിടെ മുമ്പിലുള്ളത് ആരൊക്കെയാണ്? ആ ഒരു ആയത്ത് സൃഷ്ടിക്കുന്ന മഹാവിപ്ലവ ലോകം കേട്ടോ. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? മൂസാ നബിയെ കുറിച്ചാണ് പറയുന്നത്. മൂസാ നബി ആരാണ്? ആ പ്രവാചകന്റെ മുമ്പിലുള്ള ഒരു വലിയൊരു സമൂഹം, അവര് അഭിമാനപൂർവം എടുത്തു പറയുന്ന, അവര് ഏറെ ബഹുമാനിക്കുന്ന ഒരു പ്രവാചകന്റെ ജീവിത വഴിയിലെ, വിജ്ഞാനം തേടിയുള്ള യാത്രയിലെ മഹാസംഭവങ്ങളെ അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെ ആ പ്രവാചകനെ അതുവരെ ഉൾക്കൊള്ളാത്ത, നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന, ആക്രമിക്കാൻ ശത്രുവിന് വഴി തുറന്നു കൊടുത്തുകൊണ്ട് പ്രവാചകനെ പ്രയാസപ്പെടുത്തുന്ന, പലയിടങ്ങളിലും മഹാപ്രതിസന്ധികൾ ആ പ്രവാചകനിൽ തീർത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഓതുന്നത്. നമ്മളിതിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മൾ വളരെ വളരെ ശുഷ്കിച്ച ചിന്ത കൊണ്ടാണ് നമ്മളിതെല്ലാം ഓടിപ്പോവുക. ഇതിങ്ങനെ ഓതുമ്പോൾ അവിടെ നടക്കുന്ന ഒരു വലിയൊരു ചിത്രമുണ്ട്. അവിടെ ആർക്ക് മുമ്പിൽ ഇത് ഓതി കേൾപ്പിക്കുന്നു എന്നുള്ളത്. അവിടെ മൂസാ നബിയുടെ ഭൃത്യൻ ആ വിഷയത്തെ അജബൻ എന്ന് പറയുമ്പോൾ എന്തിനാണ് അത് ആ രൂപത്തിൽ തന്നെ അള്ളാഹു എടുത്ത് പറഞ്ഞത്? എന്തിനാണ് ആ രൂപത്തിൽ തന്നെ അതിനെ ഒട്ടും ചോർന്നു പോകാത്ത രൂപത്തിൽ? നമ്മളിതെല്ലാം നമ്മളെ പിന്നെ വളരെ ദുർബലമായ വാക്കുകൊണ്ട്, ഒട്ടും ചോർന്നു പോകാത്ത നില പറയുമ്പോൾ ദുർബലമായ നമ്മുടെ വാക്കുകൊണ്ട് പറയാൻ കേട്ടോ. അള്ളാഹുവാണിത് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അവിടെ ഒരു വിഷയമുണ്ട്. എന്താണ്? മൂസാ നബിയുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും അള്ളാഹു അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് സമിഅനാ വ അത്വഅനാ എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ഏറ്റവും മൂർത്തമായ ഭാവത്തെ അവതരിപ്പിക്കുന്നവരാണ് ഞങ്ങളെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തുകൊണ്ട് അവരോട് ആ വിഷയം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു? ഞങ്ങളറിയാത്ത, ഞങ്ങൾ കാണാത്ത കാലങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ഒരു പ്രവാചകൻ, എവിടെ ആ പ്രവാചകനെ കുറിച്ച് പ്രപഞ്ചനാഥൻ എന്തൊക്കെ വിഷയങ്ങൾ പറയുന്നുണ്ടോ, അതിൽ അത്ഭുതമായി എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും അതിനെ പൂർണ്ണമായി വിശ്വസിക്കുകയും ചോദ്യം ചെയ്യാതെ ഞങ്ങൾ ആ വിഷയത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് വഹി സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്തത്? ആ പ്രവാചകൻ പറയുന്നു എല്ലാത്തിലും നിങ്ങൾ ധിക്കാരം പ്രവർത്തിച്ചു. എത്രയോ പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നുകളഞ്ഞു. എത്രയോ പ്രവാചകന്മാരുടെ മൂസാ നബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ നിങ്ങൾ എത്രമാത്രം ധിക്കാരപൂർവമായ സമീപനമാണ് സ്വീകരിച്ചത്. കാണുന്നതിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന നിങ്ങളുടെ ഒരു ധിക്കാര സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം ഞങ്ങൾക്കില്ല എന്ന് കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാരാണ് പറഞ്ഞു കൊടുക്കുന്നത്? അവർ നിഷേധിക്കുന്ന ഒരു പ്രവാചകൻ. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും, അല്ലേ? അവർക്കിടയിലെ വലമ്മാ ജാഅഹും കിതാബുൻ, അവർക്ക് ആ വേദം വന്നപ്പോൾ മിൻ ഇൻദില്ലാ, അള്ളാന്റെ അടുക്കൽ നിന്ന് ആ വേദം അവർക്കിലുള്ള ഒരു വേദത്തെ സത്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു. വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, നിഷേധികളായ ഒരു ജനതക്ക് മുകളിൽ അവര് ആ വേദത്തെക്കുറിച്ചും ആ പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ചും അവര് വല്ലാതെ അതിന്റെ മഹത്വവും എടുത്തു പറഞ്ഞ് ആഘോഷിക്കുന്നവരായിരുന്നു. ഫലമ്മാ ജാഅഹും മാ അറഫൂ, അങ്ങനെ അവർ അറിഞ്ഞ ആ സത്യം വന്നപ്പോൾ കഫറൂ ബിഹി, അതിനവർ നിഷേധിച്ചു. ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, അവര് അതുകൊണ്ട്
മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അല്ലാഹുവിൽ നിന്ന് യത്ലുബൂന മിനല്ലാഹി നസ്റ അലാ അഅദാഇഹിം അവരുടെ ശത്രുക്കൾക്ക് മുകളിൽ ആ പ്രവാചകൻ വന്നാൽ അവർക്ക് അല്ലാഹു സഹായം നൽകുമെന്ന് അവര് വീമ്പിളക്കിയിരുന്നു. എന്നാൽ അത് വന്നപ്പോഴോ ആ പ്രവാചകനെ നിഷേധിച്ചു. ഞാൻ പ്രവാചകനാണ് ഇപ്പൊ ഇത് കേൾപ്പിച്ചു കൊടുക്കുന്നത്. ആ സംഭവങ്ങളെ അത്ഭുത സംഭവമായി ആ പ്രവാചകനാണ് ഉൾക്കൊള്ളുന്നത്. അവർ ചോദിച്ചതിനപ്പുറം അവർ തന്റെ പ്രവാചകത്വത്തെ പിന്നെ ടെസ്റ്റ് ചെയ്യാണല്ലോ അവർ ചെയ്തിട്ടുള്ളത്. അപ്പോ അതിനപ്പുറവും നിന്നുകൊണ്ടൊരു പ്രവാചകനെ കുറിച്ച് അള്ളാഹു ആ പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. അവർ ചോദിച്ചതിനപ്പുറം നിന്നുകൊണ്ട് തന്നെയുമല്ല, അവിടെ നടന്ന ഓരോ സംഭവങ്ങളെയും തന്റെ വഹയിന്റെ ഭാഗമായി ലോകത്തെ കേൾപ്പിക്കുകയും അതിനെല്ലാം തന്നെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുകയും അതിന്റെ മഹത്വത്തെ, ആ പ്രവാചകന്റെ മഹത്വത്തെ, ആ പ്രവാചകന്റെ ഇടപെടലിനെ, ആ പ്രവാചകന്റെ ശ്രേഷ്ഠതയെല്ലാം തന്നെ അതിലൂടെ അള്ളാഹു ഒരു പ്രവാചകനിലൂടെ അള്ളാഹു നിരന്തരം അവർക്ക് മുമ്പിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നിഷേധിക്കുന്ന, നിങ്ങൾ എല്ലാത്തിലും നിങ്ങൾ നിഷേധഭാവം പുലർത്തുന്നുവെങ്കിൽ നമ്മൾ ആ പ്രവാചകനെ ഇതാ ചേർത്ത് പിടിക്കുന്നു. ആ പ്രവാചകനിലൂടെ അള്ളാഹു നടത്തിയ ഓരോ നിലയും പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ആ പ്രവാചകന്റെ പാതയെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയാണ് അള്ളാഹു ചെയ്യുന്നത്. അപ്പോ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ, ചാഞ്ചാട്ടവും ഇല്ലാതെ അള്ളാഹു പറയുന്ന ഏതൊന്നും അത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആ പ്രവാചകനെ നിരന്തരം നിങ്ങൾ നിഷേധിച്ചു. നിങ്ങൾ ആ പ്രവാചകനെ പലയിടങ്ങളിലും തള്ളിക്കളഞ്ഞു. മഹാപ്രതിസന്ധികളിൽ പോലും നിങ്ങൾ ആ പ്രവാചകനെ തള്ളിക്കളഞ്ഞു. അതോടൊപ്പം തന്നെ വിജ്ഞാന മറ്റൊരു ചർച്ചാ വിഷയം, വിജ്ഞാന സമ്പാദന വഴിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വിനയം കാണിക്കേണ്ടത് എന്നുള്ള ഒരു മഹാപാഠം അല്ലെ. അമ്പിയാക്കന്മാരുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ എടുത്തു കാണിക്കുന്നത്? സൂറത്തു നംലില് പിന്നെ അതിന്റെ ആദ്യ ഭാഗങ്ങളില് ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും സംഭവം പറയുന്നിടത്ത് വിജ്ഞാനത്തിന്റെ മഹത്വത്തെ അള്ളാഹു ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇനി ശേഷം വരുന്ന ആയത്തുകളില് ഈ ഒരു വിഷയം പിന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അറിവിന്റെ മഹത്വം എന്താണെന്ന് അല്ലെ. അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അവിടെ അൽഹംദുലില്ലാ എന്ന് അവര് അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിലും ഹൃദയം നിറഞ്ഞ് സ്തുതിച്ചത് അവരുടെ അധികാര ലോകത്തെ കണ്ടുകൊണ്ടല്ല, അവർക്ക് ലഭിച്ച ഭൗതികമായ അനുഗ്രഹങ്ങളെ കൊണ്ടല്ല. എന്നാൽ അള്ളാഹു ഞങ്ങൾക്ക് ജ്ഞാനം നൽകിയിരിക്കുന്നു, അറിവ് നൽകിയിരിക്കുന്നു എന്നുള്ളതിനെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. മറ്റുള്ളവരിൽ നിന്നും അള്ളാഹു ഞങ്ങളെ ജ്ഞാനം നൽകിക്കൊണ്ട്, ഇൽമ നൽകിക്കൊണ്ട്, അറിവ് നൽകിക്കൊണ്ട് അള്ളാഹു ഞങ്ങളെ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അമ്പിയാക്കന്മാര് അവര് അനന്തരമെടുക്കുന്നത് വിജ്ഞാനത്തെയാണ്. അവര് ഭൗതികമായ സമ്പാദ്യങ്ങളെല്ലാം അനന്തരമെടുക്കുന്നത് അവര് വിജ്ഞാനത്തെയാണ് അനന്തരമെടുക്കുന്നത്. ഇപ്പൊ സൂറത്തു നംലിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോ അത് ടെക്നോളജിയാ, പിന്നെ അത് വിജ്ഞാനത്തിന്റെ മഹാലോകത്തെയാണ് പിന്നീട് പറയുന്നത്. ഒരു പ്രവാചകന്റെ അഗാധ ജ്ഞാനം, ചുറ്റുമുള്ള പിന്നെ ഇന്നും ലോകത്ത് അല്ലെ എന്തെല്ലാം പക്ഷികളാണ് ചിലച്ചുകൊണ്ടിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷികളുടെ സംസാരം, അവരുടെ ഭാഷയെ അതിൽ നമ്മൾ കുറെ പഠിക്കേണ്ടത് ഉണ്ട് കേട്ടോ. അതെല്ലാം തന്നെ നമ്മൾക്കറിയോ. എന്നാ ഒരു പ്രവാചകൻ ഇന്നും ലോകത്ത് പറയാണ് പിന്നെ പക്ഷിയുടെ ഭാഷ അല്ലാഹു എന്നെ പഠിപ്പിച്ചിരിക്കണോ? എന്തിനാ അഭിമാനത്തോടു കൂടി പറയണത്? എന്തിനാ ഇന്നും ഖുർആനിലൂടെ അത് കേൾപ്പിക്കുന്നത്? അപ്പൊ ഇവിടെ എല്ലാം കുറെ ചിന്തകളുണ്ട്. അള്ളാനെ ബോധ്യപ്പെടാന് അത് നല്ല ജ്ഞാനം ആവശ്യമുണ്ട്. അത് അറിവില്ലാതെ, ജ്ഞാനമില്ലാതെ സ്വീകരിക്കേണ്ട ഒന്നല്ല. നിരന്തരം ഓരോ വസ്തുവിലേക്കും നിരന്തരം സൂക്ഷ്മമായി നോക്കി, ഓരോ ദൃഷ്ടാന്തങ്ങളെയും അതിസൂക്ഷ്മമായി പഠിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള സിറുകളെ, രഹസ്യങ്ങളെ മറ്റുള്ളവന് ബോധ്യപ്പെടുത്തി കൊടുക്കുമാത്രയിലുള്ള പഠനവും ഗവേഷണവും നിങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള വലിയ പാഠവും അള്ളാഹു നൽകുന്നുണ്ട്.
ഇന്നിപ്പോ നമ്മള് എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് മുസ്ലിം സമൂഹത്തിനുള്ളത്. അവർക്ക് അടിക്കാനും പിടിക്കാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളിൽ ഏർപ്പെടാനും മാത്രം സമയം ചെലവഴിക്കുന്ന ഒരു സമൂഹമാണ്. കാലങ്ങൾ പിന്നിട്ടു, എന്ത് സംഭാവനയാണ് നൽകുന്നത്. ഖുർആന് ഏത് തരത്തിലാണ് ഖുർആന്റെ മഹത്വം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്? ഇതിങ്ങനെ ചർവണം ചെയ്യുകയും ഒരു ചിന്തയും ഇല്ലാതെ മറ്റുള്ളവർക്ക് വിജ്ഞാനത്തിന്റെ ഒരു ഒരു പ്രഭയും ചൊരിഞ്ഞു കൊടുക്കാൻ കഴിയാതെ വെറും ഖുർആനെ വെച്ചുകൊണ്ട് വെറും വാഗ്വാദങ്ങൾ മാത്രം നടത്തുന്ന വളരെ തരം താന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ, അത്തരം ഒരു ഇടങ്ങളിൽ പടച്ചോനെ ബോധ്യപ്പെടുന്ന ഒരു യുവതലമുറ ഉണ്ടാവില്ല. അങ്ങനെ പ്രവാചകന്മാര് പഠിപ്പിച്ച വിജ്ഞാനത്തെയും അത് അതിന്റെ മഹത്വമനുസരിച്ച് കൈകാര്യം ചെയ്യാതെ പോയി കഴിഞ്ഞാല് വളർന്നു വരുന്ന തലമുറ ഇതിനോടെല്ലാം ഒരു പുച്ഛ മനോഭാവം സ്വീകരിക്കും. അതാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പോ നന്നായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അത്തരം ഇടപെടലിൽ നിന്നെല്ലാം മാറി നല്ല ചിന്തയുള്ള വിജ്ഞാനദാഹികളായ, അറിയാനും അറിവ് പകരാനും കെൽപ്പുള്ള ഒരു യുവത്വത്തെ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോന്നിലും അള്ളാഹുവിന്റെ മഹാ അളമത്തിനെ ബോധ്യപ്പെട്ടുകൊണ്ട് ഓരോന്നിലേക്കും നോക്കുമ്പോൾ പടച്ചോന്റെ അളമത്തിനെ തിരിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന, കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, ചിന്തിക്കുന്ന ഒരു തലമുറയെ പണ്ഡിതന്മാർ വാർത്തെടുക്കേണ്ടതുണ്ട്. ഖുർആൻ ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ എന്തെല്ലാം ചിന്തകളിലൂടെയാണ് അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളോ ഇന്ന് വളരെ ചിന്താശൂന്യരാണ്. വലിയ വിജ്ഞാനത്തിന്റെ ഒരു ബഹറാണ്, ഒരു മഹാസമുദ്രമാണ് അല്ലേ. അപ്പൊ കാലതാലിക്കമാക്കുന്ന നമ്മള് പിന്നെ ഇതിലേക്ക് പോവാം. കാലതാലിക്കമാക്കുന്ന അപ്പൊ പറയാണ്, ഇന്ന സ്ഥലത്ത് വെച്ച് മത്സ്യം നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്, അവിടെ ഒരു തുരങ്കം ഉണ്ടായിട്ടുണ്ട്, അതൊരു മഹാ അത്ഭുതമായി നിലകൊള്ളുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഭൃത്യൻ മൂസാ നബിയെ ബോധ്യപ്പെടുത്താണ്. അപ്പൊ മൂസാ നബി പറയാണ്, ആ ഇടമാണ് നമ്മൾ തേടുന്നത്. അങ്ങനെ രണ്ടുപേരും അല ആസാരിഹിമ, അവർ തിരിച്ചുപോയി. ഖസസൻ, ഇവിടെ നമ്മള് പിന്നെ ഖസസൻ എന്ന ഒരു വാക്കിനെ നന്നായി മനസ്സിലാക്കുക. റജഅ അല ത്വരീഖില്ലത്തി ജാഅ മിൻഹാ, അവര് ആ വന്ന വഴിയിലൂടെ തന്നെ അവർ തിരിച്ചുപോയി. അവരുടെ കാൽപ്പാടുകളെ നോക്കിക്കൊണ്ട്, അവരുടെ പിന്നിട്ട കാൽപ്പാടുകളെ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് അവർ തിരിച്ചുപോയി. അപ്പോ ഖസ്സ എന്ന് പറഞ്ഞാല് തതബ്ബഅ എന്നാണ്, ഇത് പിന്തുടരുക എന്നുള്ളതാണ്. അതിന് നമ്മളിപ്പോ പിന്നെ ചിലയിടങ്ങളിലെല്ലാം തന്നെ ഈ വാക്കുകളെ നമ്മൾ കഥ എന്ന് പറയാറുണ്ട് അല്ലെ. ഹിസ്സ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയാറ്. അതിൽ തെറ്റായ ഒരു പ്രയോഗമാണ്. ഇമാം ഷറാവി പിന്നെ സൂറത്ത് ഖസസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഈ വിഷയം പറയുന്നുണ്ട്. ഇത് കഥകളല്ല, ഇത് വസ്തുതകളാണ്, ചരിത്ര പാഠങ്ങളാണ്. അതിനെ ഒരു പിന്നെ മിത്തായി, കഥയായി പറയേണ്ടതല്ല. തലമുറകൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. അത് ചരിത്ര സംഭവങ്ങളാണ്, ചരിത്രം നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ അല ആസാരിഹിമ ഖസസ എന്ന് പറഞ്ഞത്. ഖസസൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനർത്ഥം റജഅ അല ത്വരീഖില്ലത്തി ജാഅ മിൻഹാ യഖുസ്സാനി അസറഹുമാ, അവർ പിഴച്ചു പോവാതിരിക്കാൻ അവരുടെ കാൽപ്പാടുകളെ നോക്കിക്കൊണ്ട് അവരെന്താക്കി മടങ്ങിപ്പോയി. അപ്പൊ നമ്മൾ മുമ്പ് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇമാം അബുൽ ഹസൻ അലി രദിവിയല്ലും ആ വിഷയത്തെ വിശദീകരിക്കുന്ന ഒരു ഭാഗം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ്? മൂസാ നബി ഇതിനു മുമ്പ് ഇതിലൂടെ മൂസാ നബി കടന്നു പോയിട്ടുണ്ട്. തനിച്ചു പോയപ്പോൾ കരമാർഗം അദ്ദേഹം മദീനയിലെത്തി. അദ്ദേഹം പേടിച്ച് വിറച്ച് ഓടിപ്പോകുന്ന ആ സമയത്ത്, ആരുമില്ലാത്തൊരു സമയത്ത് അദ്ദേഹത്തെ അള്ളാഹു കരമാർഗം ആ ചെങ്കടലിന്റെ മുഖത്തൊന്നും കൊണ്ടുപോവാതെ അദ്ദേഹത്തെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് അള്ളാഹു കൊണ്ടുപോയി വെച്ചു.
എന്നാൽ ആൾക്കൂട്ടമുണ്ടായിരിക്കെ താൻ നടന്നു പോയ ആ ഒരു വഴിയെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടായിരിക്കെ തിരിച്ചു വന്നപ്പോഴും കരമാർഗം തിരിച്ചെത്തി. വലിയ പ്രതിസന്ധികളൊന്നും അവിടെ നേരിടേണ്ടി വന്നില്ല. എന്നാല് തിരിച്ചെത്തി ഒരു ധിക്കാരിയായ അധികാരത്തോട് ധർമ്മത്തെക്കുറിച്ചും നീതിബോധത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തിന്റെ രക്ഷയെക്കുറിച്ചുമെല്ലാം സംസാരിക്കുകയും അവർക്കിടയിൽ അള്ളാഹു ചില വേർതിരിവുകൾ കൽപ്പിച്ചപ്പോഴ് അവരെ കൊണ്ട് പിന്നീട് ആ ഇടം വിട്ട് മറ്റൊരിടത്തേക്ക് പോയപ്പോൾ പൂർണ്ണമായി വഴിതെറ്റി. ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുപോയി അള്ളാഹു നിർത്തി. ഇന്നും നമ്മൾ ചെങ്കടലിന്റെ മുമ്പിലാണ്. ആ ചെങ്കടലിന്റെ മുമ്പിൽ ചെന്ന് നിർത്തിയപ്പോൾ കൂടെയുള്ളവർക്ക് പോലും വഴിയറിഞ്ഞില്ല. അവർ ചോദിച്ചു, മുമ്പേ ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, ഇപ്പോഴും ഞങ്ങൾ പീഡിപ്പിക്കുകയാണ്, ഞങ്ങളെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടുവന്നിക്കാണോ? ആ സമയം ഒരു പ്രവാചകന്റെ വായിലൂടെ അള്ളാഹു എല്ലാ കാലത്തുമുള്ള മനുഷ്യരെ കേൾപ്പിക്കുന്ന, എല്ലാ നിഷേധികളെയും കേൾപ്പിക്കുന്ന ഒരു വലിയൊരു വചനുണ്ട്. എന്റെ റബ്ബിനെ ഒരിക്കലും തന്നെ വഴിയാധാരമാക്കുകയില്ല, എന്റെ റബ്ബ് എന്നെ ഒരിക്കലും കൈവെടിയുകയില്ല. എന്നിട്ട് മഹാ അത്ഭുതം വീണ്ടും അവിടെ കാണിക്കുകയാണ്. അതാ പറഞ്ഞു, ഇവിടെ അജബൻ, ഇവിടെ ഒരു അത്ഭുതം ഉണ്ട്. ഇതിനു മുമ്പ് വേറൊരു അത്ഭുതം കൂടി ആ മൂസാ നബിയിലൂടെ അള്ളാഹു ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. അള്ളാഹു അടിക്കാൻ വേണ്ടി പറയാണ്, എന്റെ റബ്ബിനെ ഒരിക്കലും തന്നെ കൈവെടിയുകയില്ല. അപ്പൊ അത് നിരന്തരം പറയേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മഹാപ്രതിസന്ധികൾ വന്ന് നിൽക്കുമ്പോഴും നിന്റെ റബ്ബിനോട് ഒരിക്കലും തീരാത്ത ഹൃദയബന്ധം പുലർത്തിക്കൊണ്ട് ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹു തവക്കൽ ചെയ്യണം. ഫതവക്കലു ഇൻ കുൻതും മുതവക്കിലീൻ, നിങ്ങൾ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ നാഥനായ ജഗദീശ്വരനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കണം. ഹസ്ബി അല്ലാഹ്, അവനല്ലാതെ മറ്റൊരു ശക്തിയില്ല. ഭരമേൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനല്ലാതെ മറ്റൊരു ശക്തിയുമില്ല എന്ന ഉറച്ച ബോധം ഇന്നും ലോകത്തിന് പകരുകയാണ് മൂസാ നബിയിലൂടെ അള്ളാഹു ചെയ്യുന്നത്. മൂസാ നബിയുടെ ഓരോ സംഭവങ്ങളും അതിങ്ങനെ എടുത്തു കാണിക്കും നമ്മളെ. അപ്പൊ ഇവിടെ വീണ്ടും വീണ്ടും അവർക്ക് പിഴവ് സംഭവിക്കുന്നു. അവര് വീണ്ടും ആ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് വീണ്ടും ആ ചെങ്കടലിന്റെ മറ്റൊരു ഓരത്ത് പോയി നിൽക്കുന്നു മൂസാ നബി. ഇതിലും വേറെ കുറെ ചിന്തകളെ ഇമാം ഷഅറാവി പങ്കുവെക്കുന്ന. അങ്ങനെ അപ്പോ അത് നന്നായിട്ട് മനസ്സിലാക്കുക. വാക്കിനെല്ലാം തന്നെ നന്നായി മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ അവിടെ നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരു ദാസനെ അവർ കണ്ടുമുട്ടി. അപ്പൊ അബദ് എന്നുള്ളത് അത് ഒരു മോശമായ, അത് ഷറഫാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം തന്നെ അസ്റാബി അബ്ദിഹി എന്ന് പറയും. എന്റെ ദാസനെ കൊണ്ട് നാം ആകാശരോഹണം നടത്തി എന്ന് പറയുന്നു. അബ്ദൻ സുബ്ഹാനല്ലദി അസ്റാബി അബ്ദിഹി. അപ്പൊ മനുഷ്യന്റെ അടിമയാകുക എന്ന് പറഞ്ഞത് അത് ഒരു സുഖമില്ലാത്തൊരു പരിപാടിയാണ്. കാരണം മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അടിമയായി കഴിഞ്ഞാല് അവന്റെ എല്ലാ ചോരയും മജ്ജയും അയാൾ ഊറ്റിയെടുക്കും. വ്യക്തിത്വമില്ലാത്ത ഒരവസ്ഥാവിശേഷം അയാൾക്കുണ്ടാവും. എന്നാല് അള്ളാഹുവിന്റെ ദാസനാകുക, അടിമയാകുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഷറഫാണ്. അതൊരു മഹത്തായ കാര്യമാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹു അയാളിൽ നിന്ന് ഒന്നും ആവശ്യപ്പെടില്ല, അയാൾക്ക് അങ്ങോട്ട് കൊടുക്കും എന്നുള്ളതാണ്. എല്ലാം അങ്ങോട്ട്, അയാളുടെ മഹത്വത്തെ അള്ളാഹു ഉയർത്തും, അയാളുടെ ഫളിനെ അള്ളാഹു ഉയർത്തിപ്പിടിക്കും, അയാൾക്കെല്ലാം അങ്ങോട്ട് കൊടുക്കും. അയാളിൽ നിന്നൊന്നും അള്ളാഹു സ്വീകരിക്കൂല, അള്ളാഹ്ക്ക് അയാളിൽ നിന്നൊന്നും ആവശ്യമല്ല. അപ്പൊ അള്ളാഹിന്റെ അടിമയായി കഴിഞ്ഞാല് അള്ളാഹുവിൽ നിന്ന് എല്ലാം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുകയും, മനുഷ്യന്റെ അടിമയായി കഴിഞ്ഞാല് ആ വ്യക്തിയിൽ നിന്ന് തന്റെ യജമാനൻ എല്ലാം ഊറ്റിയെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് മനുഷ്യന്റെ അടിമയാകാൻ പാടില്ല, അള്ളാഹിന്റെ അടിമയാണ് ആകേണ്ടത്. അള്ളാഹിന്റെ അടിമയായി കഴിഞ്ഞാല് അത് അയാൾക്ക് അത് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ്, ഒരു മഹാസ്ഥാനമാണത്. കാരണം പ്രപഞ്ചനാഥന്റെ കൂടെ ഇരിക്കുക, അവന്റെ ദാസനായിട്ട് മാറുക, അവന്റെ അളമത്തിനെ ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നെല്ലാം പറയുന്നത് അതാ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. കാരണം അവരിൽ നിന്ന് എല്ലാ വിജ്ഞാനത്തിന്റെ ലോകത്തെയും അവന്റെ മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കുന്നു.
അവന്റെ മനസ്സും ചിന്തയും എപ്പോഴും പ്രകാശത്താൽ പൂരിതമായി നിൽക്കുന്നു. അവരിൽ അവൻ ചോദിക്കുന്നതെന്തും അവന്റെ നാഥനിൽ നിന്നും അവന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ദാസനാകുക. പിന്നെ എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞതുപോലെ എന്താണ്, മാക്കാൻ അലി ബഷരിൻ അയ്യുത്തിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ തുമ്മ യഖൂലു ലിന്നാസി കൂനു ഇബാദൻ ലീ മിൻ ദൂനില്ലാഹ് വലാകിൻ കൂനു റബ്ബാനിയീൻ. നിങ്ങൾ ദൈവഭക്തരാകുവീൻ. അങ്ങനെ ദൈവഭക്തരായി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾ അവന്റെ അബുദായിട്ട് അള്ളാഹു ഉയർത്തുകയും അവനിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സ്വാലിഹായ മനുഷ്യനെ ഫവജദ അബ്ദൻ, ഒരു അബ്ദിനെ, ഒരു ദാസനെ അവർ കണ്ടുമുട്ടി, മിൻ ഇബാദിന, നമ്മുടെ ദാസന്മാരിൽപ്പെട്ട, ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിന, നമ്മിൽ നിന്ന് അദ്ദേഹത്തിന് കുറെ റഹ്മത്തിനെ ലഭിച്ചിരിക്കുന്നു, കാരുണ്യം ലഭിച്ചിരിക്കുന്നു. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, അദ്ദേഹത്തിന് നമ്മിൽ നിന്നുള്ള ഒരു ജ്ഞാനം നാം പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് നന്നായി വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. പിന്നെ ഈ ലദുന്നിയായ ഇൽമ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അമ്പിയാക്കന്മാര് പൊതുവെ ചുമക്കുന്ന പിന്നെ വിജ്ഞാനം എന്താണ്? എന്നാ അതിന്റെ ഇടയിലൂടെ അവർക്കും കടന്നു വരുന്ന ലദുന്നിയായ ഇൽമ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട്. ലദുന്നിയായ ഇൽമും അതുപോലെ തന്നെ ഒരു വാസിത്തയിലൂടെ ഒരു പിന്നെ ജിബ്രീലിനെ പിന്നെ ജിബ്രീൽ മുഖേന നൽകുന്ന ഒരു ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പറയാവുന്നതാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.